കൊച്ചി നഗരത്തിലെ ഒരു റീൽ എല്ലാ ദിവസവും പല പല റീലുകൾ നമ്മുടെ ഫീഡിൽ വരുന്നുണ്ട്. അതിൽ കൊച്ചി നഗരവുമായി ബന്ധപ്പെട്ട ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു റീല് കാണുകയാണ്. ടോപ്പ് ഇൻ ടൗൺ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് അവിൽ മിൽക്ക് കുടിക്കുന്നു, ഷേക്ക് കുടിക്കുന്നു, അതിൽ നിന്ന് പാറ്റയെ കണ്ടെത്തുന്നു. അപ്പോൾ ഈ വാങ്ങിയ ആൾക്കാർ കിച്ചണിൽ കയറി പരിശോധിക്കുമ്പോൾ അവിടെ ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം കുക്ക് ചെയ്യുന്നത്. പാറ്റകൾ പെറ്റുപെരി നടക്കുന്നു, പെരിച്ചാഴി ഓടുന്നു, അതുപോലെ തന്നെ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഒരു സ്ലാബിനടിയിൽ വെച്ച് ഇൻഡക്ഷനിൽ വെച്ച് ചായ ഉണ്ടാക്കുന്നു. അങ്ങനെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇത് കാണുകയാണ്. അപ്പോൾ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ഇത് എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് യുവാക്കൾ വന്ന് ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു നഗരത്തിൽ ഇതാണോ, ഇത്തരത്തിലൊരു ഭക്ഷ്യ സുരക്ഷയാണോ ഒരുക്കിയിട്ടുള്ളത്? അല്ല, ഇങ്ങനെയല്ല വേണ്ടത്. എത്രയോ ആൾക്കാർ, അതായത് ഈ കൊച്ചിയിലുള്ളതിനേക്കാളും കൂടുതൽ, കൊച്ചി എന്നല്ല എറണാകുളത്തുള്ളതിനേക്കാളും കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇവിടെ, പുറം സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതിന് മിക്കതും ഇവിടെ ജോലി ചെയ്ത് വീടുകളിൽ വെക്കാൻ സൗകര്യമില്ലാതെ ഹോട്ടൽ ഫുഡുകൾ ആശ്രയിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. ഇവർ അതായത് ഒരു 2-3 വർഷം അടുപ്പിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഹെൽത്തിനെ മൊത്തം ഇത് ബാധിക്കും. ഈ തരത്തിലുള്ള ഫുഡാണ് കൊടുക്കണ്ടേ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് നേരെ അകത്തോട്ട് പോകേണ്ടതല്ലേ? നമ്മളിത് ഭക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലോട്ട് വിഷമാണ് കൊടുത്തു കൊടുക്കേണ്ടത്. അത് ഹോട്ടലുകാർ കൃത്യമായിട്ട് നോക്കണം, ശക്തമായിട്ട് പ്രതികരിക്കണം. അതായത് ഇപ്പോൾ കണ്ണും പൂട്ടിയിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇത് ഒരുപാട് ജീവനുകളുടെ വിലയാണ്. എത്രയോ പേര് ഫുഡ് പോയിസൺ കൊണ്ട് മരിക്കുന്നു. ഇത് അംഗീകരിച്ച ഒരു പ്രാധാന്യം ഈ വിഷയത്തിന് കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. ആൾക്കാർ പ്രതികരിച്ചു തുടങ്ങണം. ഒരു തരത്തിൽ ഫുഡ് എന്നുള്ളത് നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള സംഭവമാണ്. ആ ഹെൽത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരാശരി, അതായത് ഈ ഫുഡും ഹോസ്പിറ്റലിലോട്ട് ബന്ധമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഫുഡും ഇത്രയധികം ഹോസ്പിറ്റലുകളും വരുന്നതിന് സംശയമുണ്ട് എനിക്ക്. ആരും എന്തൊരു നടപടി എടുക്കാത്തത്? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ കൊച്ചി പോലുള്ള മെട്രോ നഗരങ്ങളിൽ ജോലി സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെയാണ് പലരും ജോലി ആവശ്യങ്ങൾക്കായി സിനിമാ മോഹികളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് പേർ കൊച്ചിയിൽ വന്ന് താമസിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഒരു കിച്ചൺ ഫെസിലിറ്റി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ കഴിയുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ വീട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്പേസ് എടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രിവിലേജ് ആണ്. എല്ലാവർക്കും അത് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെ ഒരു ചായയും എന്തെങ്കിലും കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു ഊണ് കഴിക്കുന്നു, വൈകിട്ട് ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നു. അങ്ങനെ മിതമായി കഴിക്കുന്ന, വല്ലപ്പോഴും ഈ പുറത്തുനിന്ന് കഴിക്കുന്ന വ്യക്തികളുണ്ട് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴും കഴിക്കുന്ന വ്യക്തികളുണ്ട്. ഇവരുടെ ആരോഗ്യത്തിനൊക്കെ എന്ത് സുരക്ഷയാണ് ഒരുക്കുന്നത്? ഇപ്പോൾ കൊച്ചിയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രഞ്ജിത്ത്. കാരണം നമ്മൾ ഏതൊരു ഹോട്ടലിൽ കയറിയാലും ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഹോട്ടലിൽ കയറുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്ന് എത്തി നോക്കുമല്ലോ, എത്രത്തോളം വൃത്തിയാണ് അവിടെ ഉള്ളതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ 24/7 വർക്ക് ചെയ്യുന്ന ഹോട്ടലുകളായിരിക്കാം. എന്നാൽ പോലും ഈ സേഫ്റ്റി, സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഈ വൃത്തിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത്? ഇവരുടെ സ്വന്തം വീട്ടിൽ ഇവരിങ്ങനെ ചെയ്യുവോ? സ്വന്തം മക്കൾക്ക് കൊടുക്കാനുള്ള ഫുഡിൽ ഇവരിങ്ങനെ കാണിക്കുമോ? ഒരിക്കലും ഇല്ല. ഇവർക്ക് ഹോട്ടൽ ഫീൽഡിലുള്ള ആൾക്കാരെല്ലാം ലാഭങ്ങൾ നോക്കും. അത് സ്വാഭാവികമാണ്, അവരുടെ ബിസിനസ്, അത് അവരുടെ ഇഷ്ടം. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ അവസ്ഥ മനസ്സിലാക്കണം. ഇത് 1-2 തവണ, ഇപ്പം കൊച്ചിയിലുള്ള ആൾക്കാർ പ്രത്യേകം 1-2 തവണ വെറുതെ പോയി കഴിക്കുന്ന, പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാരല്ല കൂടുതലും. ഇവർ സ്ഥിരമായിട്ട് ഹോട്ടലിനെ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 2-3 വർഷം കഴിയുമ്പോൾ എത്തരത്തിലുള്ള രോഗങ്ങളായിരിക്കും അവർക്കുണ്ടാവുക? അവരുടെ ട്രീറ്റ്മെൻറ്റ്, ചിലവ്, ഒരാളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ കൊച്ചി നഗരത്തിന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ തിരുവനന്തപുരമാണ്. കൊച്ചി കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരമാണ് ഇതുപോലെ ജോലിക്കായി അല്ലെങ്കിൽ പഠിക്കാനായി കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ എല്ലാ മാസവും ഈ പറഞ്ഞ ഭക്ഷ്യസുരക്ഷയുടെ പേരിൽ അടച്ചിടപ്പെടും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പട്ടി ഇറച്ചി പിടിക്കാറുണ്ട്, അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളുടെ ഇറച്ചി പിടിക്കാറുണ്ട്. ബീഫാണ്, മട്ടനാണ് എന്ന് പറഞ്ഞിട്ട് പട്ടിയുടെ ഇറച്ചി കൊടുക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ ഈ പിടിച്ചു കഴിഞ്ഞ ഒരാഴ്ചയോളം ക്ലോസ്ഡ് അണ്ടർ മെയിൻ്റനൻസ് എന്ന് എഴുതി വെക്കുന്നു. എന്നിട്ട് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നു. എത്ര തവണയാണ് ആ ഹോട്ടൽ അടപ്പിച്ചതെന്ന് അറിയില്ല. ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ട്. ഫുഡ് വ്ളോഗേഴ്സ് ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുഡ് ഹാബിറ്റ്, അതായത് മലയാളികൾക്കൊരു ഫുഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. ഇത് ടോട്ടലി എന്ത് പറയണ്ടത്, മൊത്തത്തിൽ ഇല്ലാതാക്കി. എങ്ങനെ ചുരുട്ടിക്കൂട്ടി ചവറ്റി ഹോട്ടലിട്ടു. ഒരു മര്യാദ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഹെൽത്തി ഫുഡ് മൊത്തം വലിച്ചിരുന്ന് കാണിക്കുന്നത്. അതൊക്കെ വല്ലപ്പോഴും അവരുടെ ചിലപ്പോൾ ഒരു കഷ്ണം കഴിക്കും, ബാക്കിയുള്ളത് അവർ എങ്ങനെ കഴിക്കുമായിരിക്കും. കാണുന്ന ആൾക്കാരോ ഈ റീലിൽ കാണും, this is the best spot we found in കൊച്ചി. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട്, പക്ഷെ ഇതേ പണം ഞങ്ങൾ ആശുപത്രികളിൽ ചിലവാക്കേണ്ടി വരും. നമ്മൾ നോർമൽ ആയിട്ട് ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് എക്സ്പ്രഷൻ ആയിരിക്കും ഇടുന്നത്? കഴിച്ച് ഓക്കെ, ഇത്
അത് മസ്റ്റ് യാ മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയുന്നു. അഹാന കൃഷ്ണ റംബൂട്ടാൻ കഴിക്കുന്ന പോലെയാണ് എല്ലാ ഹോട്ടലുകളിലും പോയി ഇവരെല്ലാ ഫുഡും ട്രൈ ചെയ്യുന്നത്. നമുക്ക് പ്രൊമോഷൻ ചെയ്യുന്നത് തെറ്റൊന്നുമല്ല, പ്രൊമോഷൻ ഒക്കെ നല്ലതാണ്, പക്ഷെ ഒരു എത്തിക്സ് ഉണ്ടാവണം ചെയ്യുന്ന ജോലിയോട്. പ്രൊമോഷന് ഉപരി, അതായത് ഹെൽത്തി ഫുഡ് ഹാബിറ്റ് എന്നുള്ളത് ഇല്ല. എല്ലാം ഇപ്പോൾ തോന്നുന്ന രീതിയിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ബേക്കിംഗ് ഐറ്റംസ്, പിന്നെ ഈ ബർഗർ, മറ്റെന്താ അങ്ങനെ കുറെ ഇതൊന്നും കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഇത് വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇതെല്ലാം ഉണ്ടാക്കുന്ന സാഹചര്യം, ഇതെല്ലാം അതെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഫുഡ് ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. ഒന്ന് അത് മന്തി പോലുള്ളത് മാസത്തിൽ ഒന്നോ ഇത് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത് എന്നും കഴിക്കുക അല്ലെങ്കിൽ മിക്കവാറും കഴിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ല സംഭവമല്ല. മയോണൈസ് അതൊക്കെ ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സ്. നമുക്കത് ഒരു വിധം നമ്മൾ കുറയ്ക്കുന്നത് വളരെ നല്ലതല്ലേ? അതെ തീർച്ചയായിട്ടും. കാരണം ഇവരിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആശങ്ക തോന്നുകയാണ്. ഈ വീഡിയോ കാണുമ്പോൾ ഞെട്ടലാണ് ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് എങ്ങനെയാണ് അവിൽ മിൽക്ക് കുടിക്കുക? എനിക്കൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇത് ഒരു സിമിലർ ആയിട്ടൊരു വീഡിയോ കണ്ടായിരുന്നു. ഈ അവിൽ മിൽക്കിനകത്ത് ഒരു കറുത്ത സാധനം കാണുന്നു. അപ്പൊ ഇത് അവിടെ ഉണ്ടായ ഈ പറഞ്ഞ ഷോപ്പിലുണ്ടായ ആൾക്ക് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് പല്ലിയുടെ കഷ്ടമാണെന്ന് തോന്നുന്നു പറഞ്ഞ റീല് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇത്രയും ലാഘവത്തോടെയാണ് ഈ കാര്യത്തെ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വൃത്തിയായിട്ടൊരു സാഹചര്യത്തിൽ നമ്മൾ ആ ഭക്ഷണം കഴിക്കുവോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുവോ? നമ്മൾ കൊടുക്കില്ല, കൊടുക്കരുത്. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കഴിക്കാൻ വരുന്ന സമയത്ത് മാക്സിമം നല്ല ഫുഡ് തരണം. അതെ, അങ്ങനെ ഒരാളെ ഭക്ഷണത്തിന്റെ പേരിലൊക്കെ പറ്റിച്ചുണ്ടാക്കുന്ന പണം ആർക്കാണ് ഉപകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ചു നോക്കണം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്, ഇത് ബിസിനസ് ആയിരിക്കാം നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്. അവനവനെ വരുന്നവരെ, അതായത് സ്വന്തമായിട്ട് വരുന്നവരെ ഇവർക്ക് ഇതിന്റെ ഒരു ഇതുണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്താ പ്രശ്നം? അവർക്ക് കാശ് കിട്ടണം, ജീവിതം തുടങ്ങണം. അത് മറ്റുള്ളവർക്ക് എന്ത് പറ്റിയ എന്താ? സ്വന്തമായിട്ട് വരുമ്പോഴേ ഇവരൊക്കെ പഠിക്കുന്നത്. പട്ടാഭിരാമൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു ജയറാമിന്റെ, അതായത് ഈ ഫുഡ് സേഫ്റ്റി ഒക്കെ ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കാണണം, ആ സിനിമ കാണണം. ആ സിനിമയ്ക്ക് അത് പറയുന്നുണ്ട്. ഇതേപോലെ ബൈജു എന്ന ഓഫീസർ, ബൈജുവിന്റെ ക്യാരക്ടറിന്റെ ഓഫീസ് ഇതേപോലെ ഒരു വണ്ടിക്കകത്ത് പഴകിയ കോഴികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ജയറാം അത് വിളിച്ചറിയിക്കുന്നു. അപ്പൊ അത് വേണ്ട നടപടികൾ എടുക്കുന്നില്ല. അവസാനം സ്വന്തം മകൻ ഇതേപോലെ ഏതോ ചിക്കൻ എന്തോ ഫുഡ് പ്രോഡക്റ്റ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഫുഡ് പോയിസൺ ഉണ്ടായി മരിക്കുന്നു. അപ്പോഴാണ് പുള്ളിക്ക് കാര്യം മനസ്സിലാവുന്നത്. ഇത്രയും ഈ ഫുഡ് പോയിസൺ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രോഗമാണ്. നമ്മളത് വളരെ വളരെ ലാഘവത്തോടെയാണ് നമ്മളതിനെ കാണുന്നത്. എൻ്റെ അറിവിൽ തന്നെ 2 പേർ ഫുഡ് പോയിസൺ വന്ന് മരിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഒരു സുഹൃത്തും അമ്മയുടെ ഒരു സുഹൃത്തിന്റെ മകനും ഇതുപോലെ ഫുഡ് പോയിസൺ വരുന്നു. അപ്പൊ നമ്മൾ എന്താണ് വിചാരിക്കുക? വൊമിറ്റിംഗ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഡയറി ഉണ്ടാകുന്നു, അതങ്ങ് മാറുമെന്ന് വിചാരിച്ച് ഇതിങ്ങനെ ഹോം ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നു, ആശുപത്രിയിൽ പോകാതിരിക്കുന്നു. റിക്കവർ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ ഇന്റേണൽ ഓർഗൻസിന് ഡാമേജ് വന്ന് വിഷം കഴിച്ചാൽ എങ്ങനെയാണോ ബോഡി റിയാക്ട് ചെയ്യുക, ബോഡി നീലിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ഈ ഷാരോൺ കേസിൽ കഷായം ഗ്രീഷ്മയുടെ കേസിലൊക്കെ കണ്ട പോലെ എല്ലാം ദ്രവിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഫുഡ് പോയിസൺ വഴി മാത്രം. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, സ്വന്തം വീട്ടിൽ വന്നാൽ മാത്രമേ ഇത് മനസ്സിലാക്കുള്ളൂ എന്നുള്ള ചിന്ത കളഞ്ഞിട്ട് എല്ലാവരുടെയും ജീവന് വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ ആർക്കും ഉപകരിക്കില്ല.